നമസ്കാരം ഫ്രണ്ട്സ്, വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കുന്നത് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഒരു ഫോൺ. ഈ ഫോണിനകത്ത് ഇപ്പോൾ നിങ്ങൾ കാണാം, ഇവിടെ ഗാലറി ഉണ്ട്, ഗാലറിയിൽ പിക്ചറുകൾ കിടപ്പുണ്ട്, അതുപോലെ തന്നെ കോൺടാക്ട്സ് ഉണ്ട്. കോൺടാക്ട്സ് ഇപ്പോൾ എടുക്കുമ്പോൾ ഇവിടെ ഈ കോൺടാക്ട്സിൽ കാണാം. ഈ കോൺടാക്ട്സിനകത്ത് ഒരുപാട് കോൺടാക്ട് നമ്പറുകളുണ്ട്, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോണിനെ നിങ്ങൾ ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ, ഓൺലൈൻ വിദ്യാഭ്യാസമെല്ലാം നടക്കുന്ന സമയമാണ്. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ കൊടുക്കണം. ഫോൺ അവർക്കായി കൊടുക്കുന്നൊരു സമയം വന്നാൽ നമ്മുടെ പല കാര്യങ്ങളും ചിലപ്പോൾ അവർ മിസ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഉപയോഗിച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാനോ, അതല്ല നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വകാര്യമായി തന്നെ നിർത്തുന്നതിനായി കുട്ടികൾക്കോ മറ്റോ ഉപയോഗിക്കാൻ കൊടുക്കുമ്പോൾ ഇന്നിറങ്ങുന്ന ആൻഡ്രോയിഡ് 10 ശേഷമുള്ള എല്ലാ ഫോണുകളിലും ഒരു സെക്കൻഡ് സ്പേസ് അല്ലെങ്കിൽ പാരലൽ സ്പേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു സ്പേസാണ്. ഞാനൊന്ന് ലോക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്യുന്നതിനായി ഓപ്പൺ ചെയ്യുന്ന സമയത്തായി ഞാൻ മറ്റൊരു പാറ്റേൺ ലോക്കോ പാസ്വേഡോ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന ഫോൺ തന്നെ വേറൊരു ഫോണായി മാറിയിരിക്കുന്നു. നിങ്ങൾ കാണാം, ഇപ്പോൾ ഈ ഗാലറിയിൽ ഫോട്ടോ ഇല്ല, അത് പുതിയൊരു ഫോണായിട്ട് വന്നിരിക്കുന്നു. അവിടെ അലോ ചെയ്യുന്നതിനായുള്ള പെർമിഷൻ പാകിസ്ഥാനും ചോദിക്കുന്നു. അങ്ങനെ ഗാലറി പുതുതായിട്ട് വന്നിരിക്കുന്നു. അതുപോലെ നമ്മുടെ ഇവിടെ നോക്കാം, മറ്റുള്ള ആപ്ലിക്കേഷൻസ്, നേരത്തെ ഉണ്ടായിരുന്ന ഫോണിലുള്ള ഒരു ആപ്ലിക്കേഷൻസ് തന്നെ ഇവിടെ ഇല്ല. അതായത് നമ്മുടെ ഉപയോഗിച്ചിരുന്ന ആ ഫോണിനകത്തുള്ള കോൺടാക്ട്സോ മറ്റൊന്നും തന്നെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കില്ല. റീസെൻറ്റ് കോൺടാക്ട്സ് അല്ലാതെ കോൺടാക്ട്സ് നിർത്തി കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യാനോ അല്ലെങ്കിൽ സിം കാർഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാനാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ഫോണിൽ തന്നെ പുതിയൊരു ഫോണായി ഒരു ഫോൺ നിർമ്മിച്ച് നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് മറ്റൊരാൾ ഉപയോഗിക്കാൻ കൊടുക്കുന്ന രീതിയിൽ പാരലൽ സ്പേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഇത് ചെയ്യുന്നതിനായി നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു റെഡ്മിയുടെ ഫോണാണെങ്കിൽ, റെഡ്മി MIUI 10 മുതൽ ഉള്ള ഫോണുകളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവയുടെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ഇവിടെ നിന്നും തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ സെറ്റിങ്സിൽ പോകുന്ന സമയത്തായി സെറ്റിങ്സിൽ കയറി സെർച്ച് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ മുകളിലേക്ക് കാണാം. അതിൽ നിന്ന് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ കുറച്ച് താഴേക്കായി പോകുമ്പോൾ ഇവിടെയായി നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നതിനായി സാധിക്കുന്നതാണ്. ഇവിടേക്ക് വരുമ്പോൾ എക്സ്പ്ലോർ ന്യൂ ഫീച്ചേഴ്സ് എന്നോ അതല്ലെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഫീച്ചേഴ്സ് എന്നോ മറ്റോ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. എക്സ്പ്ലോർ ന്യൂ ഫീച്ചേഴ്സ് എന്നതിലേക്ക് നിങ്ങൾ പോകുന്നു. ഇതിൽ പോകുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം സെക്കൻഡ് സ്പേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. നിങ്ങൾക്കിതല്ലാതെ ഡയറക്റ്റായി എടുക്കുന്നുള്ളൊരു സംവിധാനമാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിതൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മൾ സെറ്റിങ്സാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ തന്നെ സെറ്റിങ്സിൽ സെർച്ച് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഇന്നിറങ്ങുന്ന എല്ലാ ഫോണുകളിലും ഉണ്ടാവും. ഇവിടെ നിങ്ങൾ സെക്കൻഡ് സ്പേസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾ സെക്കൻഡ് എന്ന് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ സെക്കൻഡ് സ്പേസ് എന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ ആ സെക്കൻഡ് സ്പേസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് വരികയും പുതിയ ഫോണാണെങ്കിൽ ടേൺ ഓൺ സെക്കൻഡ് സ്പേസ് എന്നൊരു ഓപ്ഷനിലേക്ക് കാണിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഞാനിവിടെ ടേൺ ഓൺ സെക്കൻഡ് സ്പേസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. കൊടുത്തു കഴിയുമ്പോൾ ജസ്റ്റ് സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ 2 specs 1 device എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി, അതായത് നിങ്ങളുടെ ഈ ഒരു ഫോണിൽ തന്നെ 2 ഡിവൈസുകൾ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. തുടർന്ന് നമ്മൾ താഴെയുള്ള കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെയുള്ള കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്വിച്ച് ബിറ്റ്വീൻ സ്പേസസ്, അതായത് നിങ്ങൾക്ക് 2 ഫോണുകളായി ഉപയോഗിക്കുന്നത് എങ്ങനെ സ്വിച്ച് ചെയ്യണമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. യൂസിങ് എ പാസ്വേഡ്, യൂസിങ് എ ഷോർട്ട് കട്ട്. നിങ്ങൾക്കൊരു ഷോർട്ട് കട്ട് വഴി ചെയ്യാം, നിങ്ങൾക്കൊരു പാസ്വേഡ് കൊടുത്തും ചെയ്യാം. പാസ്വേഡ് ആയിരിക്കും എപ്പോഴും സുരക്ഷിതം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് യൂസിങ് എ പാസ്വേഡ് എന്നുള്ളതാണ്. തുടർന്ന് ഞാനിവിടെ കണ്ടിന്യൂ കൊടുക്കുന്നു. ഇവിടെ കണ്ടിന്യൂ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത സെറ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ വരും. നിങ്ങൾക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു പാറ്റേൺ ലോക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പാറ്റേൺ ലോക്ക് കൊടുക്കാനാണ്. അപ്പോൾ ഞാനിവിടെ പാറ്റേൺ ലോക്ക് കൊടുക്കുന്നതിന് മുമ്പേ നമുക്ക് ഫസ്റ്റ് ഡിവൈസിൽ നമ്മളെ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന പാറ്റേൺ ലോക്ക് ആയിരിക്കണം ആദ്യം ഇവിടെ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ പാസ്വേഡ് എടുക്കണമെങ്കിൽ നിങ്ങൾ ആ പാസ്വേഡ് ആയിരിക്കണം ആദ്യം നൽകേണ്ടത്. ഇങ്ങനെ നൽകി കഴിയുമ്പോൾ ഡ്രോ ആൻഡ് അൺലോക്ക് പാറ്റേൺ ഫോർ സെക്കൻഡ് സ്പേസ് എന്നുള്ള ഓപ്ഷൻ വരും. ഇതിനായി നമ്മൾ സെക്കൻഡ് സ്പേസിനുള്ള പാറ്റേൺ ലോക്കാണ് നൽകാനുള്ളത്. അപ്പോൾ ഞാൻ ഇതിനായി മറ്റൊരു പാറ്റേൺ ലോക്ക് ഇവിടെ നൽകുന്നു. ശ്രദ്ധിക്കുക, ഞാൻ മറ്റൊരു പാറ്റേൺ ലോക്കാണ് ഇപ്പോൾ നൽകിയത്. ഒന്നുകൂടി ഞാൻ കൺഫേം ചെയ്യുന്നു. 2 തവണ കൊടുത്ത് താഴെയുള്ള കൺഫേം എന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തു. ഇപ്പോൾ സെറ്റ് സെക്കൻഡ് സ്പേസ് ഫിംഗർ പ്രിൻറ്റ് ടു സ്വിച്ച് ഫാസ്റ്റർ എന്നൊരു ഓപ്ഷൻ വരുന്നു. ആവശ്യമുണ്ടെന്ന് മാത്രം ചെയ്യാം. ഞാനത് സ്കിപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ കാണാം, നമ്മുടെ ഫോൺ ഒരു സെക്കൻഡ് സ്പേസ് എന്ന രീതിയിൽ പുതിയൊരു ഫോണായി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ ഒരു സെക്കൻഡ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കാണാം, ഇതിനകത്ത് നിങ്ങൾക്കൊന്നും കാണാനില്ല, പുതിയൊരു ഫോണാണ്. നമുക്കൊന്ന് പ്ലേ സ്റ്റോറൊക്കെ എടുത്ത് നോക്കാം. എല്ലാം പുതിയതായിരിക്കും. Gmail ID ഉൾപ്പെടെ കൊടുത്ത് സൈൻ ഇൻ ചെയ്ത് മെയിൽ ID ഉൾപ്പെടെ കൊടുത്ത് നിങ്ങളൊരു പുതിയൊരു ഫോണായി മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ. അപ്പോൾ അത് നിങ്ങളുടെ കുട്ടികളുടെയോ അല്ലെങ്കിൽ മറ്റാരുടെ വേണമെങ്കിലും അവരുടെ ഫോണെല്ലാം മെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ ആ മെയിൽ ID കൊടുത്ത് പ്ലേ സ്റ്റോറും മറ്റും ആഡ് ചെയ്ത് നിങ്ങൾക്ക്
കുട്ടികൾക്കോ ആർക്കാണെങ്കിലും ഉപയോഗിക്കാൻ കൊടുക്കാം. നിങ്ങളുടെ ഡേറ്റയും മറ്റും അത് സേഫാക്കി നിങ്ങൾക്ക് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഈ ഡിവൈസിൽ നിന്നും തിരിച്ച് മാറുന്നതിനായാണ് നമ്മൾ നേരത്തെ പാസ്വേഡ് കൊടുത്തത്. ഞാൻ ജസ്റ്റ് ഫോൺ ലോക്ക് ചെയ്യുന്നു. എനിക്കിപ്പോൾ നിങ്ങളുടെ പഴയ ആ ഫോണിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ പോകണമെങ്കിൽ ഫോൺ ലോക്ക് ചെയ്ത് അൺലോക്ക് ചെയ്യുന്നതിനായി മുൻപ് ഉപയോഗിച്ചിരുന്ന ആദ്യത്തെ ഫോണായി ഉപയോഗിച്ചിരുന്നതിൻ്റെ പാസ്വേഡ് അല്ലെങ്കിൽ പാറ്റേൺ ലോക്ക്, ഫിംഗർ പ്രിൻറ്റ് ലോക്ക് ഇവ നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ തിരിച്ച് നിങ്ങളുടെ മുന്നേ ഉള്ള ഫോണായി മാറിയിരിക്കുന്നത് കാണാം. നമ്മൾ നേരത്തെ സെക്കൻഡ് സ്പേസ് അടിച്ചെന്ന സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ഫോണിനകത്തേക്ക് മാറി ആ ഫോണിൽ പോകുമ്പോൾ നിങ്ങളുടെ ഗാലറിയും മറ്റുള്ള നിങ്ങളുടെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കാണാം. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കിവിടെ ഗാലറിയിൽ എൻ്റെ പിക്ചേഴ്സും ബാക്കിയെല്ലാം ഇവിടെ തന്നെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യുവാൻ സാധിക്കും. തിരിച്ച് വീണ്ടും നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിരിക്കുന്നിടത്തേക്ക് പോകുന്നെങ്കിൽ ജസ്റ്റ് ലോക്ക് ചെയ്യുന്നു. അൺലോക്ക് ചെയ്യുന്നതിനായി നമ്മൾ സെക്കൻഡ് സ്പേസിനായി നമ്മൾ കൊടുത്തിരിക്കുന്ന ആ പാറ്റേൺ ലോക്ക് നമ്മളിവിടെ നൽകണം. ഞാൻ ഇങ്ങനൊരു പാറ്റേൺ ലോക്ക് നൽകിയിരുന്നു. ആ പാറ്റേൺ ലോക്ക് നൽകുന്നു. ഇപ്പോൾ സെക്കൻഡ് സ്പേസിൽ പുതിയ ഡിവൈസായി മാറിയിരിക്കുന്നു. വീണ്ടും നമ്മൾ ലോക്ക് ചെയ്ത് അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി നമ്മൾ അൺലോക്കുന്നത് നമ്മുടെ ആദ്യത്തെ ലോക്കാണെങ്കിൽ അത് തിരിച്ച് വീണ്ടും നമ്മുടെ തന്നെ ഫോണായി മാറുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ ഈസിയായി ഒരു ഫോണിൽ തന്നെ 2 ഫോണുകൾ ഉപയോഗിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാരുടെ അറിവ് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നാളെ കാണും വരെ നമസ്കാരം ഫ്രണ്ട്സ്.